കേരളം കേട്ടുപരിചയിക്കാത്ത നീക്കങ്ങളിലൂടെ രാഷ്ട്രീയത്തിൽ ഇടം നേടിയ പാർട്ടി 2020. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വിസ്മയകരമായ നീക്കത്തിലൂടെയാണ് BJP ആ പാർട്ടിയെ അവരോടൊപ്പം കൂട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ സാബു ജേക്കബും 2020യും NDAയുടെ ഭാഗമായിരിക്കുന്നു. എറണാകുളത്തെ പല പഞ്ചായത്തുകളിലും 2020ക്കുള്ള സ്വാധീനത്തിലാണ് BJPയുടെ കണ്ണ്. 2020ക്ക് വേണ്ടതാകട്ടെ ഇടത് വലതു മുന്നണികൾക്കെതിരെ പടപൊരുതാൻ ശക്തമായൊരു കൂട്ടുകെട്ടും. NDA 2020 സഖ്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തു മാറ്റത്തിനായിരിക്കും വഴിവെക്കുക? പുതിയ സഖ്യം ഇടത് വലതു മുന്നണികൾക്ക് വെല്ലുവിളിയാകുമോ? ഇന്നോളം പരമ്പരാഗത പാർട്ടികളുടെ പൊതുരീതിയിൽ നിന്ന് മാറി മാത്രം മുന്നോട്ട് പോയിരുന്ന 2020യുടെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ്. ഇടത് വലത് മുന്നണികൾക്കെതിരെ കിറ്റെക്സ് എന്ന വ്യവസായ സാമ്രാജ്യത്തിൽ നിന്നാണ് 2020യുടെ പിറവി. ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ ബദൽ രാഷ്ട്രീയം പയറ്റി എറണാകുളത്ത് സാന്നിധ്യം അറിയിച്ചവർ. ഇടക്കാലത്ത് ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലായെങ്കിലും ആ ബന്ധം അധികനാൾ നീണ്ടില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ NDAയുമായി സഖ്യത്തിലെത്താൻ പാർട്ടി നിർബന്ധിതമായത്. നിലവിൽ എറണാകുളത്തെ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് 2020യാണ്. കിഴക്കമ്പലം, ഐക്കരനാട്, തിരുവാണിയൂർ, പൂതൃക്ക. ഇതിൽ കിഴക്കമ്പലത്തും ഐക്കരനാട്ടിലും മാത്രമാണ് 2020ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളത്. തിരുവാണിയൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലും പൂതൃക്കയിൽ നറുക്കെടുപ്പിലൂടെയും പാർട്ടിക്ക് പ്രസിഡന്റ് പദം ലഭിച്ചു. എന്നാൽ 2020യുടെ അഭിമാന പഞ്ചായത്തായ കുന്നത്തുനാട്ടിൽ ഭരണം നഷ്ടമായത് അവർക്ക് വലിയ തിരിച്ചടിയായി. കഴിഞ്ഞ തവണ ഒപ്പം നിന്ന മഴുവന്നൂർ പഞ്ചായത്തും അവരെ കൈവിട്ടു. ഇടതു വലതു മുന്നണികൾ ഉൾപ്പെടെ 2020ക്കെതിരെ ഒന്നിച്ച് മത്സരിച്ചതാണ് തിരിച്ചടികൾക്ക് കാരണം. ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോയാൽ പാർട്ടിയുടെ അടിത്തറ തന്നെ തകർന്നേക്കാമെന്ന തിരിച്ചറിവിലാണിപ്പോൾ NDAയുമായുള്ള കൂട്ടുകെട്ടിന് സാബു ജേക്കബ് തയ്യാറായത്. തൃപ്പൂണിത്തറ ഒഴിച്ചു നിർത്തിയാൽ BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത ജില്ലയാണ് എറണാകുളം. പല മണ്ഡലങ്ങളിലും BJPയേക്കാൾ സ്വാധീനം 2020ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായുള്ള കൂട്ടുകെട്ടിലൂടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് NDA. 2020യുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കുന്നത്തുനാടാണ്. പുതിയ കൂട്ടുകെട്ടിലൂടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോരാട്ടം കനക്കുക ഇവിടെയായിരിക്കും. നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും പുതിയ സഖ്യം വന്നതോടെ ത്രികോണപ്പോരിന് മണ്ഡലം സാക്ഷ്യം വഹിക്കും. 51,180 വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ തവണ LDFന്റെ PV ശ്രീനിജൻ ഇവിടെ ജയിച്ചു കയറിയത്. രണ്ടാം സ്ഥാനത്ത് വന്ന UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രന് 48,463 വോട്ടും ലഭിച്ചു. മൂന്നാം സ്ഥാനത്താണെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ച് 2020 സ്ഥാനാർത്ഥി പിടിച്ചത് 41,890 വോട്ടുകൾ. NDAക്ക് കിട്ടിയതാകട്ടെ 7,056 വോട്ടുകളും. രണ്ടു പാർട്ടികളുടെയും വോട്ടുകൾ കൂട്ടിയാൽ LDFുമായുള്ള വോട്ട് വ്യത്യാസം ഏകദേശം 2000 വോട്ടുകൾ മാത്രം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ UDFന് 55,888 വോട്ട് കിട്ടിയപ്പോൾ 2020ക്ക് 50,712 വോട്ടുകൾ കിട്ടി. LDFന് 43,014 വോട്ടാണ് ലഭിച്ചത്. ഈ കണക്കുകളിൽ വിശ്വസിച്ചാണ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം ഒപ്പം പോരുമെന്ന് NDA പ്രതീക്ഷ വെക്കുന്നത്. കുന്നത്തുനാടിന് പുറമെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലും NDA സഖ്യം പ്രതീക്ഷ വെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മൂവാറ്റുപുഴയിൽ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമായത് 2020യുടെ സാന്നിധ്യമാണ്. മണ്ഡലത്തിൽ 13,600 വോട്ട് 2020 പിടിച്ചപ്പോൾ ഇടതു സ്ഥാനാർത്ഥി എൽദോ എബ്രഹാം 6,100 വോട്ടിന് പരാജയപ്പെട്ടു. പെരുമ്പാവൂരിൽ 20,536 വോട്ട് 2020 പിടിച്ചപ്പോൾ UDF 2,899 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. എറണാകുളം, കോതമംഗലം, തൃക്കാക്കര, വൈപ്പിൻ, കൊച്ചി മണ്ഡലങ്ങളിലും 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഈ മണ്ഡലങ്ങളിലും മുന്നേറ്റമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് NDA. അതേസമയം NDA പാളയത്തിലേക്ക് ചേക്കാറാനുള്ള സാബു ജേക്കബിന്റെ തീരുമാനത്തിനെതിരെ പാർട്ടിയുടെ ചില കൗൺസിലർമാരും രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ നീക്കം 2020യുടെ അണികൾ എങ്ങനെ സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. 2020 വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. BJPയുമായി ചേർന്നുകൊണ്ടുള്ള സാബു ജേക്കബിന്റെ പുതിയ കരുനീക്കത്തെ അവർ എങ്ങനെ കാണുമെന്നതും ചോദ്യമാണ്. സ്വന്തം രാഷ്ട്രീയ നിലപാടുമായി ഒറ്റയ്ക്ക് നിന്നപ്പോൾ 2020യെ പിന്തുണച്ച ജനങ്ങൾ BJPയുടെ ഭാഗമായ 2020ക്ക് പഴയ പിന്തുണ നൽകുമോ എന്ന് കണ്ടറിയേണ്ടി വരും.